നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കം പൊളിഞ്ഞ പാളീസായിരിക്കുന്നു എന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. UDF ആരോടാണോ അവിശ്വാസ പ്രമേയത്തിന് സഹായം അഭ്യർത്ഥിച്ചത് അവരുടെ ജില്ലാ സെക്രട്ടറി, അതായത് CPMന്റെ ജില്ലാ സെക്രട്ടറി വി ജോയ് തന്നെ പറഞ്ഞിരിക്കുന്നത് തങ്ങളോട് UDF ഇതുമായി ബന്ധപ്പെട്ട ഒരു രീതിയിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടത് സംസ്ഥാന കമ്മിറ്റിയാണ്. അതുകൊണ്ട് തങ്ങൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. കഴിഞ്ഞ ഒരു മാസമായിട്ട് CPMന്റെ നേതൃത്വത്തിൽ ഒരു സമരം നടക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സഹകരണത്തിനും UDF തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാരുമായി ഞങ്ങൾ ബന്ധപ്പെടുന്നത് എന്നാണ് വി ജോയ് ചോദിക്കുന്നത്. എന്തായാലും CPMഉം UDFും തമ്മിൽ ഒരുമിച്ച് ഒറ്റ ചങ്ങാതിമാരായി ചേർന്നുകൊണ്ട് ഒരു അവിശ്വാസ പ്രമേയ നീക്കം ഉടൻ ഉണ്ടാകില്ല എന്നൊരു സൂചന തന്നെയാണ് ഇപ്പോഴുള്ളത്. 1/3 മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ, 1/3 പേരുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഒരു അവിശ്വാസ പ്രമേയ നീക്കം നടത്താൻ പറ്റുള്ളൂ. ഇതോടുകൂടി ആ നീക്കത്തിനൊരു കർട്ടൻ വീണിരിക്കുകയാണ് എന്നുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ VV രാജേഷും വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞിരിക്കുന്നത് തിങ്കളാഴ്ച ഒരു രീതിയിലുമുള്ള അവിശ്വാസ പ്രമേയ ചർച്ചയും കോർപ്പറേഷനുള്ളിൽ ഉണ്ടാകില്ല. വേണമെങ്കിൽ 5 or 10 അവിശ്വാസ പ്രമേയ നീക്കം UDFും LDFും ചേർന്ന് നടത്തട്ടെ, ND മുന്നണി ഉണ്ടായിക്കോട്ടെ, എന്ത് വേണമോ ചെയ്തോട്ടെ, ഞങ്ങൾക്ക് ആവശ്യത്തിലുള്ളതിലധികം പിന്തുണ ഇപ്പോൾ തന്നെയുണ്ട്. മറ്റ് പ്രതിപക്ഷ പാർട്ടിയുള്ള നേതാക്കന്മാർ പോലും ഞങ്ങളെ പിന്തുണയ്ക്കുകയാണ്. കൗൺസിലർമാർ പോലും ഇപ്പോൾ ഞങ്ങൾക്ക് പിന്തുണയുണ്ട്. അതൊരു സൂചന കൂടിയാണ്. വേണമെങ്കിൽ നിങ്ങൾ ഈ രീതിയിലുള്ള ഒരു നീക്കമൊക്കെ നടത്തിയാൽ ഒരു ഓപ്പറേഷൻ താമരയ്ക്കും തങ്ങൾ ഒരുക്കമാണ് എന്ന തരത്തിൽ തന്നെയാണ് മേയർ VV രാജേഷ് തുറന്നടിച്ചത്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ ശക്തമായ പിന്തുണയോടുകൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. ഇന്ത്യയിലെ മറ്റെല്ലാ കോർപ്പറേഷനേക്കാളും കൂടുതൽ പിന്തുണ തിരുവനന്തപുരം കോർപ്പറേഷന് ഇപ്പോഴുണ്ട്. അത്തരത്തിൽ വലിയ പിന്തുണയോടുകൂടി ഞങ്ങൾ ഭരിക്കുന്ന കോർപ്പറേഷനിൽ നിന്ന് ഒരു കാരണവശാലും CPMന്റെയും UDFന്റെയും ഒരു കളിയും നടക്കില്ല എന്ന രീതിയിൽ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് മേയർ VV രാജേഷ് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ളത്. എന്തായാലും UDFും LDFും തമ്മിൽ ഒരു ബാന്ധവത്തിന് വലിയ ശക്തി പോരാ. ND മുന്നണി തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. UDF ഒരിക്കൽ കൂടി തേഞ്ഞിരിക്കുകയാണ്. KS ശബരിനാഥൻ ഒരിക്കൽ കൂടി ഏറിലായിരിക്കുകയാണ്. നിയമം തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ കാര്യത്തിലാണ് അവിടെ മത്സരിക്കാൻ ചെന്നത്. പക്ഷേ പൊളിഞ്ഞടുങ്ങി തിരിഞ്ഞ് വീട്ടിൽ പോയി ഇരിക്കേണ്ടി വന്നു KS ശബരിനാഥന്. പിന്നെ ആകെ കൂടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു കൗൺസിലർ സ്ഥാനം ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാനായി. അല്ലെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും വീട്ടിലായി പോയേനെ KS ശബരിനാഥൻ. എന്തായാലും ഈ രീതിയിൽ അദ്ദേഹം മറ്റൊരു നീക്കം നടത്തിയപ്പോൾ അതും തീർന്നു പോയിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതിനനുസരിച്ച് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതാണ്.